ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് മക്കളെ വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് ഞാനും മാളും കൂടി ഇതാ കാഞ്ഞിരമ്പാറ മാളുവിൻ്റെ ഡോക്ടറെ കണ്ട് മടങ്ങുമായിരുന്നു. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഈച്ചയ്ക്ക് വെക്കുന്നൊരു സംഭവം ഉണ്ടെന്ന് പറഞ്ഞിട്ട് അതിവിടെ മാനുവിൻ്റെ കടയിൽ ചോദിച്ചപ്പം പറഞ്ഞു ഇവിടെ ഈ കോംപ്ലക്സിലുണ്ട് ഒരു ബിൽഡിങ്, അതിലുണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അവിടുന്ന് ആ ഒരു ഈച്ച ഒട്ടിപ്പിടിക്കുന്ന ഒരു സംഭവമുണ്ട്, അത് വാങ്ങിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ആട് അങ്ങാടി പോയ പോലെ എന്ന് പറഞ്ഞ പോലെ ഞങ്ങൾക്ക് ആ കടയിലാണ് കയറിയപ്പോൾ ഞങ്ങൾക്ക് വേണ്ടാത്ത സംഭവമില്ല, അതിലെല്ലാ സംഭവങ്ങളും ഉണ്ട് കേട്ടോ. എനിക്ക് എന്താ പറയുക, കൃഷിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട്. ചെറിയ കുഞ്ഞി കൈക്കോട്ട്, പിന്നെ മാളൂന് വാക്കത്തി കണ്ടപ്പം വാക്കത്തി വേണം, മടാള് വേണം, കത്തി വേണം. ഇനി പിന്നെ അവൾക്ക് അവിടെ കയറി വെക്കുമ്പോൾ വേണ്ടാത്ത സാധനങ്ങളൊന്നുമില്ല. അങ്ങനെ കൊട്ടോ മൊറോ എല്ലാം വാങ്ങിച്ചിട്ടോ ഞങ്ങൾ. അപ്പോൾ ഇതാണ് ഞങ്ങൾ വാങ്ങിച്ച ഷോപ്പ് ഇവിടെ കോട്ടപ്പള്ളിയിൽ. ഇപ്പം ഞങ്ങൾക്ക് പർച്ചേസിങ്ങിനൊന്നും പെരിന്തൽമണ്ണയൊന്നും പോകണ്ടിട്ട്. ഇപ്പം ഞങ്ങളുടെ നാട്ടിൽ തന്നെ കോട്ടപ്പള്ളിയിൽ 2-3-4 ഏരിയ ഉണ്ട് ഇങ്ങനെ വലിയ കോംപ്ലക്സും ബിൽഡിങ്ങൊക്കെ ആയിട്ട്. ഒന്ന് കരുവള്ളി കോംപ്ലക്സ്, അതുപോലെ ഇപ്പോൾ ഈ ധന സൂപ്പർ മാർക്കറ്റൊക്കെ ഉള്ള ആ ഒരു ബിൽഡിങ്ങിൻ്റെ ഏരിയയിലാണ് ഇപ്പോൾ നമ്മൾ വാങ്ങിച്ച ഷോപ്പ് ഇട്ടത്. പിന്നെ അതുപോലെ ബസ് സ്റ്റാൻഡിൻ്റെ ഭാഗത്ത് ഇതുപോലെ റൗണ്ടായിട്ട് നല്ല അടിപൊളി ബിൽഡിങ് ഷോപ്പുകൾ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പം പണ്ട് ഒരു 30 വർഷങ്ങൾക്കൊക്കെ മുമ്പ് ഞങ്ങളെ കോട്ടപ്പള്ള ഒരു കുഞ്ഞു ഗ്രാമമായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങളെ കോട്ടപ്പള്ള നന്നായിട്ട് വികസിച്ച്, ഏതൊരു നാടും ഇപ്പം വികസിച്ചിട്ടുണ്ടല്ലോ, അതുപോലെ തന്നെ ഒരുപാട് ബിൽഡിങ്ങും ഒരുപാട് ഷോപ്പുകളും, കേക്ക് ഷോപ്പ്, കോഫേ, എല്ലാ സംഭവങ്ങളും ഉണ്ട് കേട്ടോ. അതുപോലെ ഹോസ്പിറ്റലാണെങ്കിലും കുഞ്ഞു ഹോസ്പിറ്റൽ, അങ്ങനെയൊക്കെ ആയിട്ട് നമ്മളെ കോട്ടപ്പള്ളിയും വലിയ കോട്ടപ്പള്ളി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ മുറൊക്കെ വാങ്ങുകയാണ്. ഓലല്ലേ? അല്ല, ഓലല്ല, നമ്മളെ കയറില്ലേ ടൈൽസിന്റെ ഇത് വരൂലേ, കയറുണ്ടല്ലേ? ആ കെമിക്കൽ ആവുമല്ലോ? കെമിക്കൽ ആവോ? ഇല്ല, കെമിക്കൽ ആവൂല, ഒരു പ്രശ്നവും വരൂല. ഓടന്റെ ഉണ്ട്. ഓടന്റെ ഇവിടെ ഇത് മടിഞ്ഞിങ്ങനെ കൊണ്ടുവന്ന് തരണ, അതങ്ങനെ കൊണ്ടുവന്ന് തരണ. അപ്പൊ ഇതാ ഇനി നമ്മൾ വീട്ടിലോട്ട് പോവാൻ കേട്ടോ. മാളെന്തേ താങ്ങി പിടിച്ച് കൊണ്ടുപോണു? ഞങ്ങള് മാള് കണ്ടോ, ഞങ്ങള് മാവിന്റെ ചോല വാങ്ങേണ്ടി കാണിച്ചോ മാള്. ഇതാ ഞങ്ങള് റോട്ടിൽ നിർത്തിയിട്ട് മാങ്ങന്റെ ഒരു മാങ്ങ നല്ലത് കിട്ടിയിട്ട് ഞങ്ങൾ എന്തിനാന്നറിയാതെ, നമ്മൾ ഉണ്ണിയാല് വഴിക്ക് പോകുമ്പോ ഇങ്ങനെ മാവ് ഇങ്ങനെ കായ്ച്ച് ഇങ്ങനെ കൊലോനെ നിൽക്കണതാണ്. അപ്പൊ നല്ല ടേസ്റ്റുള്ള മാങ്ങയാണ് അത്. അപ്പൊ അതിന്റെ അണ്ടി കുഴിച്ചിടാൻ വേണ്ടി എടുത്തത്. അപ്പൊ ഇന്ന് ഞങ്ങൾ പല വക എന്താ പറയാ സംഭവങ്ങളാണ് വാങ്ങിയിട്ടുള്ളത്. എന്തൊക്കെയാ മാളോ? മുറം വാങ്ങി, കൊട്ട വാങ്ങി. അപ്പൊ നമ്മളെ ലാസ്റ്റ് റെഡ് ജാക്കറ്റ് പീസാണ് കേട്ടോ. അപ്പം ഇതിന്റെ കുരു എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഞാനിവിടെ എടുത്തു വെക്കാം കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഇത് എടുത്ത് വെച്ചിട്ട് ഇതിന്റെ കുരു കുഴിച്ചിട്ടാൽ ഇനിയിപ്പോൾ റെഡ് ജാക്കറ്റ് ഉണ്ടാവുമെന്ന് പറയാൻ പറ്റില്ല. ചക്കൻ്റെയും മാങ്ങേൻ്റെയും കഥ പറയാൻ പറ്റില്ല. ചക്കയും മാങ്ങി നമ്മൾ കുരു കുഴിച്ചിട്ട് വേറെ മാങ്ങ ഉണ്ടാകും. ഇവിടെ എനിക്ക് ഒരുപാട് അനുഭവം ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അതുപോലെ ഇവിടുത്തെ അൽഫോൺസ മാങ്ങേൻ്റെ അണ്ടി അദ്രാക്കിൻ്റെ വീട്ടിൽ കൊണ്ടേ കുഴിച്ചിട്ട് വേറെ മാങ്ങ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം നമുക്ക് റെഡ് ജാക്കിൻ്റെ കുരു ഞാൻ എടുത്ത് വെക്കാം, പക്ഷേ ചക്ക തന്നെ ഉണ്ടാവുമെന്ന് പറയാനൊരു എനിക്കൊരു ഉറപ്പ് പറയാൻ പറ്റില്ല കേട്ടോ. ശരിക്കും ഇത് ബഡ് തൈ വാങ്ങിച്ചിട്ട് വെക്കാവും നല്ലത്. എന്നാലും കുരു ചോദിച്ചവർക്കൊക്കെ നമ്മുടെ കുരു എടുത്ത് വെക്കണതാണ് കേട്ടോ. പാകത്തിന് കഴിച്ചാൽ നല്ല ടേസ്റ്റ് ആട്ടോ. ഒന്ന് പഴുത്ത് കഴിഞ്ഞാൽ പിന്നെ അത്രയ്ക്ക് അങ്ങോട്ടൊരു സുഖം കിട്ടൂല, പക്ഷെ നല്ല രസമാണ്. പക്ഷെ ഇങ്ങനെ ഈ പാകമാകുമ്പോൾ തന്നെ ഇത് പൊട്ടിച്ചിട്ട് പറിച്ച് കഴിക്കണം, അപ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് കിട്ടും. എന്തായാലും ഞാനും മാളും കോട്ടപ്പള്ളിയിലൊക്കെ പോയി വന്ന് വിശന്നിട്ട് നിൽക്കാൻ വയ്യ. ഇന്ന് ഞങ്ങളൊരു തട്ടിക്കൂട്ട് പരിപാടിയാണ്. ഇന്ന് വലിയ കുസിയിലൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അനുവിനും കുഞ്ഞാകുനൊക്കെ ഇതങ്ങോട്ട് കൊണ്ടേ കൊടുത്ത കഴിക്കും കേട്ടോ. അല്ലാണ്ട് ചക്ക ഉണ്ടോ മാങ്ങ ഉണ്ടോ ചോദിച്ച് വരുന്നില്ല. ഇതൊക്കെ കട്ട് ചെയ്ത് അവരെ മുന്നിൽ കൊണ്ടേ വെച്ചാൽ കഴിക്കും. അപ്പോൾ കുറച്ച് കൊണ്ടേ കൊടുക്കട്ടെ. എന്താ പറയുക, ചവണിയൊന്നും എടുത്തിട്ടില്ല കേട്ടോ. അതൊക്കെ ഒന്ന് പറിച്ച് കഴിക്കണമല്ലോ. അപ്പോൾ മാളൂന് 2 ചുളവടി ഇരുന്നോട്ടെ. ഇന്നിവിടെ പൂമ്പാറ്റക്കാലാണ് തോന്നുന്നുണ്ട്. കണ്ടോ, നല്ല രസത്തിൽ ഒരുപാട് പച്ച കളറിൽ പൂമ്പാറ്റുണ്ട്. നയോം 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 കഴിക്കൂ കഴിക്കൂ കഴിക്കൂ. ഇപ്പൊ കണ്ട, ഞാൻ പറഞ്ഞില്ലേ കൊണ്ട് കൊടുത്ത കഴിക്കൂട്ടോ. ഫുള്ള് ഏകദേശം കാലിയാക്കിയിട്ടുണ്ടായിരുന്നു. അയ്യോ താരത്രയും തിന്നേ കണ്ടോ, ചൗടിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടല്ലേ. അപ്പൊ നമ്മള് ഇറച്ചി മുറിക്കണ ഒരു
കത്തി മേടിച്ചിട്ട് ഇതിന് എന്താ പേര് എനിക്കറിയില്ല. ചെറിയ ചുണ്ണാപ്പി താത്തയും കുട്ടിയും കൂടി ഇന്നെ കാണാൻ വന്നിക്ക, റഫിയത്തനെ കാണാൻ വന്നിക്ക. ആണോ? ഇവിടെ ഒരാള് മാങ്ങ കൂട്ടാൻ പൂതിയായിട്ട് വന്നിക്ക കേട്ടോ. എന്നോട് ഇടക്ക് റഫിയാത്താ എനിക്ക് ചക്കര മാങ്ങ വേണോ എന്നറിയില്ലേ. എത്ര പ്രാവശ്യം ഇവിടെ വന്ന് മടങ്ങിപ്പോ? എത്ര പ്രാവശ്യം വന്ന് മടങ്ങി എന്നെ കാണാൻ വേണ്ടിയിട്ട്? 3 പ്രാവശ്യം വന്ന് മടങ്ങിട്ടോ. അപ്പൊ ഇന്ന് ഞാൻ വിളിച്ച് വരുത്തിക്കാണ് മാങ്ങാ കൂട്ടാൻ ഉണ്ടാക്കി തരാന്ന് പറഞ്ഞിട്ട്. വാ ചുന്ദരിക്കുട്ടി ആയിക്കണല്ലോ, സ്കൂൾ പോയി നിന്ന് ഒക്കെ കെട്ടി നല്ല ചുന്ദരി ആയിക്കണോ അല്ലേ? നീ പാട്ട് പാടൂലേ? നമ്മൾ മുണ്ടൂലല്ലോ, ഫോണിൽ കൂടി ഇങ്ങനെ വർത്താനം പറയും. നമ്മുടെ ലാസ്റ്റ് മാങ്ങാക്കൊട്ടി ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ. അദ്രാക്കുന്റെ റിയാസാണ് കേറി പറിച്ചു തരല് കേട്ടോ. പിന്നെ ഒരു കുഞ്ഞുമണിയുടെ പങ്കാളി കുട്ടിയും പറിച്ചു തരലുണ്ട്. എന്തായാലും ഇപ്രാവശ്യം മാങ്ങ പറിച്ചിട്ടും തീർന്നില്ല എന്നാണല്ലേ. മാഷാ അല്ലാ, അൽഹംദുലില്ലാ. ലാസ്റ്റ് ചോദിച്ചവർക്ക് എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ എന്താ ഒരു ആരാധിക വന്ന് മാങ്ങ കൊണ്ടുപോയി. ഇപ്പം നൂഡിൽസ് ഉണ്ടാക്കാൻ പോവും. എന്ത് നൂഡിൽസ്? ആ ചുടുവെള്ളം വേണോ? എന്ത് നൂഡിൽസ് ആണ് നയം ഉണ്ടാക്കാൻ പോകുന്നേ? എന്താ അവിടെ? എന്ത് നൂഡിൽസ് ആണ് നയം ഉണ്ടാക്കാൻ പോകുന്നേ? എന്ത് നൂഡിൽസ് ഉണ്ടാക്കാൻ പോകുന്നേ? തൂതുവെള്ളം ഒഴിച്ചിട്ടോ? തൂതുവെള്ളം ഒഴിച്ചിട്ട് അപ്പൊ ഇവിടെ ഒരാൾ മാങ്ങാ കൂട്ടാൻ ടേസ്റ്റ് ചെയ്യാൻ വന്നതാട്ടോ. ഞാൻ എൻ്റെ വീഡിയോ കണ്ടിട്ട് കൊതിമൂത്ത് വന്നതാ. അപ്പം ഇന്ന് ഉണ്ടാക്കിയപ്പോൾ വിളിച്ചതാ. ഓടി വന്നിക്കണം, അമ്പലത്തിൽ പോയിക്കുന്നു കൂറിയൊക്കെ തൊട്ട്. അപ്പം എൻ്റെ ഇന്നത്തെ വീട്ടുവിശേഷമൊക്കെ കഴിയാണ്. ഇനി അടുത്ത നല്ല അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഓക്കെ, താങ്ക് യു.